നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് അധികം ചിലവൊന്നും ഇല്ലാത്ത നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ ഇത് ഒരുപാട് ക്വാളിറ്റിയുള്ള ടൈപ്പ് ജൂട്ട് ത്രെഡ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് കിട്ടുന്ന ടൈപ്പ് ജൂട്ട് ത്രെഡില്ലേ, അപ്പോൾ അതാണ്. ഇതൊരു ബണ്ടിലിന് 30 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു വലിയൊരു ബണ്ടിലിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്കൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ബോട്ടിലേക്ക് ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിരിച്ച് ചുറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ, അതായത് ആ ബോട്ടിൽ കാണാത്ത രീതിയിൽ നമ്മൾ ചുറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂട്ട് ത്രെഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ത്രെഡോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ത്രെഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ജൂട്ട് ത്രെഡ് വെച്ചിട്ടൊന്നും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അധികം പോളിഷ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ജൂട്ട് ത്രെഡ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഇങ്ങനെ ത്രെഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റർ വെച്ചിട്ട് ആ ഒരു ത്രെഡ്സൊക്കെ ഒന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇവിടെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കാറ്റാടി ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു മരത്തിൽ നമ്മൾ ഈ പാർക്കിലും ബീച്ചിലൊക്കെ കാണുന്ന ഒരു കാറ്റാടി മരത്തിൻ്റെ ഒരു കമ്പാണ്. അപ്പോൾ ആ ഒരു കമ്പിൽ ഞാൻ അതിൻ്റെ ഒരു കായയും കൂടി അടക്കമുള്ള ഒരു കമ്പ് ഞാൻ പറിച്ച് വെച്ചതായിരുന്നു. ആ ഒരു പച്ചയിൽ തന്നെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് അത് ഡ്രൈ ആയിട്ട് പോയി. അപ്പോൾ ആ ഒരു കായ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ലീഫ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്, ഡ്രൈ ആയിട്ട് പോയിട്ടുള്ളതുകൊണ്ട്. ഇതിൻ്റെ ഒരു കായ കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അത് കായ ഇങ്ങനെ പൊട്ടിയിട്ട് വന്നിട്ടൊരു കുഞ്ഞൊരു റോസ് പൂ പോലെ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ്. ഇത് ഞാൻ മ്യൂസിയം നമ്മൾ പാർക്കിൻ്റെ അവിടെ നിന്ന് പറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യം നല്ലൊരു ബോൾ പോലെയാണ് ഇരിക്കുക. അപ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വിത്താവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടി കഴിയുന്ന സമയത്താണ് ഇതിന് നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നോക്കിയിട്ട് മൊബൈലിൽ കാണില്ല, ഡിലീറ്റ് ആയി പോയെന്ന് തോന്നുന്നു. ഈ ഒരു കായ ഇങ്ങനെ ബണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെമ്മിൽ കാണുക ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ഇങ്ങനെ വിത്തിൻ്റെ ആ ഒരു ടൈമിലായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറ് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്, ക്രിംസൺ റെഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് ആ ഒരു ഫ്ലവർ പോലുള്ളതൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഫ്ലവർ പോലുള്ളത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേന്ന് ചോദിച്ച് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനൊരു ബ്രഷൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലൊരു പകുതിയൊക്കെ ഒരു റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കി ഞാനിവിടെ യെല്ലോ കളർ പെയിൻറ്റാണ് ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ ഒരേ കളറായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ യെല്ലോ കളർ വെച്ചിട്ട് നമ്മൾ ബാക്കി ആ ഒരു ഫ്ലവർ പോലുള്ളതും പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാറ്റാടി ആ ഒരു മരത്തിലുള്ളതാണ്. അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇത് വെച്ചിട്ട് ആരും ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കണ്ട സമയത്ത് അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ റെഡ് കളർ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയില്ലേ കാണാനിപ്പോൾ. നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ കറക്റ്റ് നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിരിയാനായിട്ടുള്ള ഒരു റോസ് പൂ ഇല്ല, അതിൻ്റെ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഡ്രൈ ലീവ്സാണ്. അപ്പോൾ ഇതിവിടെ മുല്ലയിലുണ്ടായിരുന്ന ആ ഒരു ലീവ്സാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെയും ബോട്ടിൽ ആർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ലീവ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഡ്രൈ ആക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ തന്നെ ബോട്ടിലേക്ക് വെച്ച് നോക്കിയപ്പോൾ അത്രക്കൊരു അട്രാക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഡാർക്ക് ഗ്രീന് പെയിൻറ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം. ഫെവിക്കോളാകുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും ഇങ്ങനെ ഓരോന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം കറണ്ട് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫെവിബോണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 2-3 ലീവ്സ് ഒന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒട്ടിക്കുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ലീവ്സ് ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു നടുക്കിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു 2 ലീവ്സിൻ്റെ അടുക്ക ഒരു 3 റെഡ് കളർ ഫ്ലവർ ഒട്ടിച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞായിട്ടൊക്കെ ഒരു ബാംഗിൾസിലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ് റീത്ത് പോലൊക്കെ ചെയ്താലൊക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഫ്ലവേഴ്സ് നമ്മൾ കുറേ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, 2-3 ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. റെഡ് കളർ, യെല്ലോ കളർ, പിന്നെ ഒരു 2-3 ഞാൻ ഓറഞ്ച് കളറും പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സായിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ലീവ്സ് ഇങ്ങനെ ഒരുപാട് കാണുന്നില്ല കേട്ടോ. കുറച്ചുകൂടി വലിയൊരു ലീവ്സ് ആയിരുന്നെങ്കിലും ഭംഗി ഉണ്ടാവുമെന്ന് തോന്നാം.
ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു കാറ്റാടിയുടെ ഒരു ലീവ്സ് തന്നെ വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറും ലീവ്സും കൂടെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ അതിങ്ങനെ ഡ്രൈ ആയിട്ട് പോയ സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലീവ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലിപ്പോൾ ഒരുപാട് ചിലവൊന്നും വന്നിട്ടില്ല. ആ ഒരു ഫ്ലവേഴ്സ് പെയിൻറ്റ് അടിക്കാനുള്ള ചിലവ് മാത്രം വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ പെയിൻ്റ് ഒന്നും അടിക്കാതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വാർണിഷൊക്കെ അപ്ലൈ ചെയ്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ജൂട്ട് ത്രെഡൊന്നും ചെയ്യാതെ ബോട്ടിലേക്ക് ഇങ്ങനെ ബേസ് കോട്ടായിട്ട് ഏതെങ്കിലും ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരു റോസിൻ്റെ ഒരു ബഡ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച പോലെയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒരു മരത്തിൽ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പെയിൻറ്റും കൂടെ ചെയ്തെടുത്തപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ പിക്ചർ വാർണിഷാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വുഡ് വാർണിഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല. അതൊക്കെ കുറേ ആയിട്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പിക്ചർ വാർണിഷ് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ആരും ചെയ്യാത്തൊരു ബോട്ടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.